നമസ്കാരം. ഇന്നത്തെ മോണിമുഖത്തിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രമുഖ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരി അനിത നായരാണ്. സ്വാഗതം മാം. നമസ്കാരം. ഒരുപാട് എഴുത്തുകൾ, മിത്തോളജി, ബാലസാഹിത്യം, കവിത, യാത്രാവിവരണം, നോവൽ, ഇതിലൊക്കെ ചിലപ്പോഴൊക്കെ മലയാള സംസ്കാരം അല്ലെങ്കിൽ മലയാളം, കേരളം ഇതൊക്കെ കടന്നു വരുന്നു. ഇതൊക്കെ മനഃപൂർവ്വമാണോ? മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക, നമ്മളൊരു രാജ്യമെടുത്താൽ ഏറ്റവും അധികം എനിക്ക് എന്താ പറയുക അകത്തുനിന്ന് തോന്നുന്ന ഒരു ബന്ധമുണ്ടല്ലോ, ആ ഒരു ഉൾബന്ധം എന്ന് പറയുന്നത് അത് കേരളത്തിനോടാണ്. കാരണം ഞാൻ കേരളത്തിൽ ജനിച്ച് വളർന്നിട്ടില്ല, ജനിച്ചത് ഇവിടെയാണ്, പക്ഷേ വളർന്നത് ചെന്നൈയിലാണ്. എന്നാലും നാട്ടിലേക്ക് ഇങ്ങനെ എല്ലാ അവധിക്കാലത്തും വരുമ്പോൾ തുടങ്ങിയ ഒരു ബന്ധമാണ് അത്. കൊല്ലം തോറും കൂടുന്തോറും ഭയങ്കരമായിട്ട് ഉള്ളിൽ ഒരു എനിക്ക് പറഞ്ഞാൽ അപ്പോൾ ഒരു എന്നോട് എനിക്കറിയാം എല്ലാവരും അത് പറയുമ്പോൾ എല്ലാവരും ചിരിക്കാറുണ്ട്. എന്താ കേരളത്തിൽ വരുമ്പോൾ എനിക്കൊരു എന്താ പറയുക, സ്വന്തം വീട്ടിലേക്ക് ഉള്ളൊരു ഫീലിംഗ് ആണ് അത് എൻ്റെ വീട്ടിൽ മാത്രമല്ല, കേരളത്തിൽ എവിടെ പോയാലും എനിക്ക് വളരെയധികം ഒരു ഹോം ഫീലിംഗ് തോന്നുന്ന സ്ഥലം കേരളമാണ്. ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഗവേഷണം ചെയ്തിട്ട് ഇതൊക്കെ ഉൾക്കൊള്ളാൻ തുടങ്ങിയപ്പോൾ എന്നെ തന്നെ അറിയാതെ എൻ്റെ എഴുത്തിൽ ഇതിനൊക്കെ ഒരു സ്ഥാനം ഉണ്ടായി. ഏറ്റവും ഒടുവിലിറങ്ങിയ ഇദ്രീസ് വെളിച്ചത്തിൻ്റെ കാവൽക്കാരൻ എന്ന പുസ്തകത്തിലടക്കം മലയാളത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ മലയാള സംസ്കാര സ്വാധീനം കടന്നു വരുന്നുണ്ടല്ലോ. നല്ലോണം ഉണ്ടല്ലോ. കാരണം അത് കേരള ചരിത്രമാണ്. പിന്നെ കേരളത്തിൽ നടക്കുന്ന മാമാങ്കവും കളരിയും ഒക്കെ വെച്ചിട്ടുള്ള പിന്നെ ആ കാലത്ത് 1650s നടന്നിരുന്ന ഓരോ എന്താ പറയുക ജീവിത രീതികളും ഒക്കെ അതിൽ വന്നിരിക്കുകയാണല്ലോ. അത് എഴുത്തിൽ കൂടുതൽ ആഭിമുഖ്യം നോവലിനോടാണെന്ന് നേരത്തെ വായിച്ചിട്ടുണ്ട്, അത് ശരിയാണോ? അഭിമുഖ്യം എന്ന് പറയുമ്പോൾ ഞാൻ അഭിമുഖ്യത്തിനെക്കാട്ടിലും ഏറ്റവും അധികം എനിക്ക് ഏറ്റവും അധികം വഴങ്ങണത് കഥയാണ്. കഥ പറഞ്ഞാൽ നോവലാണ്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു ഒരു ബേസിക് ഡെഫിനേഷൻ പറഞ്ഞാൽ ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. അപ്പോൾ എനിക്ക് എന്ത് കണ്ടാലും അതിൽ എന്താ പറയുക, തൂണിലും എല്ലാത്തിലും എനിക്ക് കാണുന്ന കഥയാണ് ഞാൻ കാണുക. ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരാളെ നടക്കുന്ന മുമ്പ് എൻ്റെ അറിയാതെ തന്നെ എൻ്റെ മനസ്സിൽ അയാളെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു കാൽപ്പനിക ലോകം ഞാൻ സൃഷ്ടിക്കാൻ തുടങ്ങും അയാൾക്ക് വേണ്ടിയിട്ട്. ശരിക്കുള്ള അയാളുടെ ജീവിതം അതായിരിക്കില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് കഥ എനിക്ക് അത്ര എന്താ പറയുക പെട്ടെന്ന് വഴങ്ങണ ഒരു മീഡിയമാണ്. പക്ഷേ കവിത എഴുതുമ്പം വല്ലാതെ മനസ്സിൽ എന്തെങ്കിലും തട്ടിച്ചാൽ, വല്ല ക്ലേശങ്ങളുണ്ടായി, അല്ലെങ്കിൽ വളരെയധികം സന്തോഷം, വളരെയധികം സങ്കടം എന്ത് വന്നാലും അതിൻ്റെ ഇൻസ്റ്റൻറ്റ് റിയാക്ഷൻ കവിതയാണ്. അങ്ങനെ ഞാൻ കാണുന്നതും നമ്മളുടെ ചുറ്റും കാണുന്ന ഓരോ കാര്യങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ടല്ലോ, അതിൽ എൻ്റെ ഓരോ സാഹിത്യ സൃഷ്ടികളും ഉത്ഭവിക്കുന്നത്. ശരിക്കും യാത്രാ വിവരണത്തിനൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ അതിനിടയിൽ തന്നെ നോവലും കഥയും കവിതയും എല്ലാം രൂപപ്പെടുന്നുണ്ടാവില്ലേ? അതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ അവിടെ പോയി, ഇപ്പം ഞാൻ ഫ്രാൻസിൽ ഒരു 6 ആഴ്ച പോയി താമസിച്ചു. എനിക്ക് അവിടെ ഒറ്റ ആളെ അറിയില്ല. ഞാൻ പോയി താമസിച്ച ഒരു ചെറിയ കുഗ്രാമം എന്ന് പറഞ്ഞ കുഗ്രാമമാണ്. അപ്പോൾ അവിടെയും എനിക്ക് ആ ഒരു അറിയാതെ തന്നെ ഒരു ബന്ധം തോന്നാൻ തുടങ്ങി ആ സ്ഥലത്തിനോട്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഓരോ ഐഡിയാസ് വരാൻ തുടങ്ങി. ഇങ്ങനെ ഇവിടെ ഒരു 5-6 ഷോർട്ട് സ്റ്റോറി, ചെറിയ കഥയല്ല, നോവല ലെങ്ത്തിൽ എന്തെങ്കിലും എഴുതണം എന്നുള്ളൊരു മനസ്സിൽ തുടങ്ങി. അതേ സമയത്ത് ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകുമ്പോൾ ഒരു കഴുതയെ കാണും. അപ്പോൾ കഴുത ഫ്രഞ്ചാണ് കേട്ടിരിക്കുന്നത് ഇതുവരെ, പക്ഷേ ഞാൻ കഴുതയോട് മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അവസാനം കഴുതയും ഞാനും കൂടെ ഭയങ്കര കൂട്ടുകെട്ടായി വരാറാകുമ്പോഴേക്കും അപ്പോൾ ഞാൻ എൻ്റെ പബ്ലിഷറോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ കഴുതയെ വെച്ചിട്ടൊരു കഥ എഴുതാൻ പോകുന്നുണ്ട്, കുട്ടികൾക്കൊരു കഥ എഴുതാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്, അത് അടുത്ത കൊല്ലം വരും. അത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ബെറ്റർമാൻ, ലേഡീസ് കൂപ്പെ തുടങ്ങിയ രചനകളിൽ സ്ത്രീപക്ഷ ചിന്ത കൂടെ കടന്നു വരുന്നുണ്ട്. ഒരു ഫെമിനിസ്റ്റ് ആണോ അനിത നായർ? ഈ ഇദ്രിസിൻ്റെ ഈ കഥ, അല്ലെങ്കിൽ ഇപ്പോൾ ലേഡീസ് കൂപ്പേൻ്റെ കഥ, അല്ലെങ്കിൽ ബെറ്റർമാൻ, ഇതൊക്കെ ആദ്യം എൻ്റെ മനസ്സിലൊരു ആശയം വന്ന് അതിങ്ങനെ കിടക്കുകയാണ്. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ആ ഒരു ആശയത്തിനൊരു രൂപം ഉണ്ടാവാൻ തുടങ്ങുമ്പോഴാണ് എവിടുന്നോ അറിയാതെ ഒരു കഥാപാത്രം തന്നെ മനസ്സിൽ നീച്ച്, ശരിക്കും നമ്മളിങ്ങനെ ഒരു സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഒരാളിങ്ങോട്ട് മുഴുവൻ രൂപത്തിൽ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെടും എൻ്റെ മനസ്സിൽ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയാം എഴുതാൻ സമയമായി എന്നുള്ളത്.
അപ്പോൾ അങ്ങനെ ആണ് ഞാൻ കഥ എഴുതാൻ തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ഉദ്ദേശിക്കില്ല ഇതൊരു സ്ത്രീപക്ഷം പുസ്തകമായിരിക്കണം, അല്ലെങ്കിൽ ചരിത്രപരമായ ഒരു പുസ്തകമായിരിക്കണം, അല്ലെങ്കിൽ ക്രൈം ആയിരിക്കണം എന്നൊന്നും വിചാരിക്കാറില്ല. ഈ മനസ്സിൽ വന്നിട്ട് ഈ കഥാപാത്രവും വരുമ്പോൾ അപ്പോൾ താനെ അത് ഒരു എന്താ പറയുക, ഒരു രൂപം എടുക്കുകയാണ്. ഈ വഴിക്കാണ് ഞാൻ ഈ പുസ്തകം എഴുതേണ്ടത് എന്നുള്ളത്. ഒരുപാട് ചിന്തകൾക്ക് ശേഷമാണ് ഓരോ രചനകളും പുറത്തു വരുന്നതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ചിന്തകൾക്കപ്പുറം ഗവേഷണവും പഠനവും ഒക്കെ ആവശ്യമായി വരാറുണ്ടോ? ഞാൻ എഴുതുന്ന ഓരോ പുസ്തകവും ധാരാളം ഗവേഷണം ചെയ്തിട്ടാണ് എഴുതുള്ളൂ. കാരണം എനിക്ക് ഒരു പുസ്തകം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോഴോ അതിൽ തെറ്റുകൾ കണ്ടാൽ എന്നെ വല്ലാതെ അസ്വസ്ഥ ആക്കണ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ സ്വന്തം എഴുത്തിൽ അങ്ങനത്തെ ഒരു മിസ്റ്റേക്സ് വരുത്തുക എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം എന്നെ തന്നെ എന്നോട് ലജ്ജ തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ ഡീറ്റെയിൽസിലേക്കും ഇറങ്ങിയിട്ടൊക്കെയാണ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ എഴുതുമ്പോൾ തന്നെ ഈ ഗവേഷണം കൂടെ നടക്കണ കാരണം കഥേനെ അത് പുഷ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എനർജിയും കിട്ടും അതിന്ന്. സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എഴുത്തുകാർക്ക് നേരെയുള്ള ഭീഷണി, ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എഴുത്തുകാരി എന്ന നിലയിൽ? എഴുത്തുകാർ എന്തെങ്കിലും അവരുടെ ഒരു ശരിക്കുള്ള മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, കാരണം ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുത്തുകാരി അവനവൻ്റെ സ്വന്തം ചെറിയ ലോകത്തിനെ കുറിച്ച് മാത്രം എഴുതാൻ പാടില്ല. നമ്മൾ എഴുതുന്ന നമ്മളെ ചുറ്റുമുള്ള ലോകത്തിനെ കുറിച്ചും എഴുതണം. ഞാൻ എന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, എഴുത്തുകാരാണ് ശരിക്ക് നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മാധ്യമമാണ് അവർ ശരിക്കും. അവർ ആണ് എന്താ പറയുക, ഒരു മിറർ ഹോൾഡ് ചെയ്യണ മാതിരിയാണ് സൊസൈറ്റിക്ക്. ഇത് നോക്കൂ, നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക എജൻഡ ഒരു റൈറ്ററിൻ്റെ റൈറ്റിങ്ങിൽ ഉണ്ടാവണം എന്നുള്ള നിർബന്ധമുള്ളൊരു റൈറ്ററാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ റിസ്ക് ഉണ്ടാവും എന്നുള്ളത് ഒരു ഭാഗമാണ്. അപ്പം ഞാൻ ഓരോന്ന് എഴുതുമ്പോൾ എന്നോട് ഓരോരുത്തർ പറയും, നിങ്ങൾ ഈ ഗ്രൂപ്പിനെ നിങ്ങൾ ആൻറ്റഗണൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ നിങ്ങൾ ആൻറ്റഗണൈസ് ചെയ്യുകയാണ്. ഞാൻ പറയും അങ്ങനെ എനിക്ക് ഞാൻ ഒരാളെയും ഒന്നും ചെയ്യില്ല, പക്ഷേ എനിക്ക് കണ്ട സത്യം പറയാതിരിക്കാൻ പറ്റില്ല. അത് ഞാൻ എന്തായാലും പറയും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക വെച്ചാൽ അത് നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട്. അതേപോലെ എൻ്റെ കുടുംബത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണ് എഴുതാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഞാൻ എഴുതുന്നത് ഇഷ്ടമല്ല എന്ന് തോന്നുക വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഈ വ്യക്തിയായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ എന്താ പറയുക, ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ട, പക്ഷേ ഞാൻ എഴുതണ എൻ്റെ രീതി നിർത്തില്ല. അത് എനിക്ക് എങ്ങനെ വേണ്ടത് ഞാനത് എഴുതും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എഴുത്തുകാർക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടോ? ഇപ്പം എല്ലാ എഴുത്തുകാർക്കും മീഡിയയിൽ സ്പേസ് കിട്ടുന്നുള്ളത് ഒരു ഇതുമില്ല, നിർബന്ധമില്ല, ഒരു എന്താ പറയുക ഗ്യാരൻറ്റി ഇല്ല. പക്ഷേ ചില എഴുത്തുകാർക്ക് ആ ഒരു എന്താ പറയുക ക്ലൗട്ട് ഉണ്ട്, മീഡിയ ക്ലൗട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ മീഡിയ ക്ലൗട്ട് ഉള്ള എഴുത്തുകാർ അവർ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവരെ എന്താ പറയുക അവരുടെ മനസ്സിനെ തട്ടണ ഒരു കാര്യം ഇതിനെക്കുറിച്ച് അവർ എഴുതണം. എഴുതാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് അവരെ ഒരു ചുരുങ്ങിയ ലോകത്തിലേക്ക് അവരുടെ ചിന്തകൾ എന്താ പറയുക ചുരുക്കുകയാണെന്നുള്ള ഒരു സങ്കടമാണ് ശരിക്കും അത്. കാരണം ഞാൻ എന്നും പറയാറുള്ള കാര്യമാണ്, ഒരു എഴുത്തുകാരൻ്റെ അടുത്തുള്ള ആകെയുള്ള ഒരു അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ അടുത്തുള്ള ആകെയുള്ള ഒരു ആയുധം വാക്കുകളാണ്. ആ വാക്കുകൾ നമ്മൾ വെറുതെ ഒരു പൈങ്കിളി കഥ എഴുതിയിട്ട് വേസ്റ്റ് ചെയ്യണേക്കാട്ടിലും, അല്ലെങ്കിൽ ഓരോന്ന് എന്താ പറയുക ഒരു വെറുതെ ഒരു ഒഴുകി പോണ ഒരു കഥ എഴുതിയിട്ട് കാര്യമില്ല. നമ്മൾ എന്താ എഴുതണം വെച്ചാൽ അതുകൊണ്ട് ഒരു 4 ആൾക്കാരുടെ ജീവിതത്തിൽ അവരെ ഒന്നുമില്ലെങ്കിൽ ചിന്തിപ്പിക്കണം. അവർ ഒരു എന്താ പറയുക എഴുത്തുകാരനോ എഴുത്തുകാരിക്കോ എന്താ പറയുക വിപ്ലവമൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ അവർക്ക് മനസ്സിൽ ഓരോ ആൾക്കാരെ ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട്, ചിന്തിപ്പിക്കാൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യണം, എന്തുകൊണ്ടാണ് നമ്മളുടെ ലോകം ഇങ്ങനെ ആയി തീരുന്നത് എന്നൊക്കെ ഉള്ളത്. ഇന്ത്യയിലെ എഴുത്തുകാർക്ക് നേരെയുള്ള ഭീഷണിയിലും അല്ലെങ്കിൽ ആക്രമണത്തിലും പ്രതിഷേധിച്ച് ഒരുപാട് ഇന്ത്യയിലെ എഴുത്തുകാർ സാഹിത്യ അക്കാദമി അവാർഡുകൾ തിരികെ ഏൽപ്പിക്കുകയുണ്ടായി, അത്തരത്തിൽ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇതൊരു പ്രതിഷേധത്തിൻ്റെ ഒരു തുടക്കമായിട്ടാണോ കാണുന്നത്? സാഹിത്യകാരനോ സാഹിത്യകാരിയോ അല്ലെങ്കിൽ നാടകകൃത്തോ അല്ലെങ്കിൽ ആരായാലും ആക്ടറോ ആരായാലും അവരവരുടെ അവാർഡ് തിരിച്ചു കൊടുക്കുന്നത് അത് അവരുടെ പ്രതിഷേധത്തിൻ്റെ ഒരു വേ ഓഫ് ഡൂയിങ് ഇറ്റ് എന്നാണ്. അതിപ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ എനിക്ക് അതിനൊരു അവകാശവും ഇല്ല, അധികാരവും ഇല്ല.
അത് അവർ ആലോചിച്ചിരുന്ന് അവർക്ക് കണ്ട വഴി അതാണ്, അവർ തേടിയ വഴി അതാണ്, അത് അവർക്ക് ശരിയായ വഴി. പക്ഷേ എനിക്കത് ശരിയാവണം എന്നില്ല. ഞാൻ പ്രതിഷേധിക്കുന്ന വഴി വേറെ വിധത്തിലായിരിക്കും. എൻ്റെ മനസ്സിൽ ഞാൻ പ്രതിഷേധിക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് എഴുതാൻ പറ്റുന്നിടത്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇദ്രിസിൽ വരെ ഞാൻ ഈ ഇൻടോളറൻസിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇദ്രിസും ഒരു 4-5 എന്താ പറയുക, ഗുജറാത്തിൽ നിന്ന് വരുന്ന ബനിയാസ് ആയിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ ഉണ്ട്. അതൊക്കെ ഈ കാലത്ത് നടക്കുന്ന ഇൻടോളറൻസിനെ പറ്റിയിട്ട് ഞാൻ ആ കാലത്തിൽ സൂചിപ്പിച്ച് എഴുതുകയാണ്. അപ്പോൾ എനിക്ക് എഴുത്തൂടെയാണ് എൻ്റെ പ്രതിഷേധം കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രൊട്ടസ്റ്റ് മാർച്ചിൽ പോയിട്ടും അല്ലാതെ എന്താ പറയുക പബ്ലിക്കായിട്ട് നിന്നിട്ട് ഉള്ള എനിക്കിടയ്ക്ക് ഓരോ ഹിന്ദി വാക്കുകളൊക്കെ വരിക. അപ്പം എന്താ പറയുക ഭാഷൺ കൊടുക്കുക എന്നറിയില്ലേ, സ്പീച്ച് കൊടുക്കുക, അതൊന്നും എനിക്ക് എന്താ പറയുക എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇപ്പം ഞാൻ ഇത് എന്താ പറയുക ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു ആൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഇന്ത്യയിൽ. ഈ എഴുത്തുകാർക്ക് നേരെയുള്ള പ്രത്യേക സംഘടനകളുടെ ഭീഷണിയും അല്ലെങ്കിൽ ആക്രമണവും ഇതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? അതിന് ശരിക്കൊരു ഉത്തരമില്ല. കാരണം ഇതിലാണ് ശരിക്കും നമുക്ക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹാസ് ടു സ്റ്റെപ്പ് ഇൻ ആൻഡ് സേ ഇങ്ങനത്തെ ഇതൊക്കെ എന്താ പറയുക നമ്മൾ ഇല്ലീഗലാക്കും ഇങ്ങനത്തെ ഓർഗനൈസേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ സ്റ്റേറ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. പക്ഷേ എത്രയോ പെൺകുട്ടികളെ ഈ കാലത്ത് വരെ എന്താ പറയുക ഡൗറി ഡെത്ത് ഇതാകണു. എത്രയോ പെൺകുട്ടികളെ എന്താ പറയുക പൊളിഞ്ഞു പോയ ഒരു ലവ് അഫെയറിൻ്റെ പേരും പറഞ്ഞിട്ട് ആസിഡ് ഒഴിച്ചതാക്കണം. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ എഴുത്തുകാരെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും വരാൻ പോണില്ല. അപ്പോൾ എനിക്കറിയില്ല എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എനിക്കറിയില്ല. നിയമവ്യവസ്ഥയാണ് നടക്കേണ്ടത്. പക്ഷെ നിയമവ്യവസ്ഥ നടത്തുന്നവർ തന്നെയാണ് അത് നിയമം എന്താ പറയുക ലംഘിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു വഴിയില്ല. അപ്പോൾ ഈ നമ്മൾ ജീവിക്കുന്ന ഈ പ്രത്യേക ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അത് മാറണം വെച്ചാൽ അതിൽ എല്ലാവരും ഉൾപ്പെടണം. അത് ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ അല്ലെങ്കിൽ ബുദ്ധിജീവികൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. അത് ഓരോ എന്താ പറയുക ചെറിയ ഗ്രാമങ്ങളിലും ഓരോ ടൗണിലും ഓരോരുത്തർക്കും തോന്നണം ഇത് ശരിയല്ല. ഈ ഇന്ത്യയിലെ എഴുത്തുകാർക്ക് നേരെ നടക്കുന്ന ആക്രമണം അല്ലെങ്കിൽ ഭീഷണി ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എഴുത്തുകാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ശക്തമായ സംഘടന ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായമുണ്ടോ? നിങ്ങൾ നോക്കണം, ഇപ്പോൾ പ്രതികരണ സംഘടന ഇല്ല പറഞ്ഞാൽ ഇപ്പോൾ സാഹിത്യ അക്കാദമിയാണ് ഉള്ള ഒരു ഓർഗനൈസേഷൻ. ഓക്കെ, അത് സ്റ്റേറ്റ് സാഹിത്യ അക്കാദമി ഉണ്ട്, സെൻട്രൽ സാഹിത്യ അക്കാദമി ഉണ്ട്. സെൻട്രൽ സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ എത്ര ആൾക്കാരാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്? ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നോക്കുമ്പോൾ നമ്മളൊരു മുഴുവൻ സാഹിത്യക്കാരെ നോക്കുമ്പോൾ അതിലൊരു ന്യൂനപക്ഷമുള്ളൂ ശരിക്കും. അവർ അത്ര എഴുത്തുകാരൊന്നും ഇല്ല. അതിപ്പോൾ കൊച്ചിയിലൊരു 4 എഴുത്തുകാരുണ്ടാവും, ബാംഗ്ലൂരിലൊരു 10 ആൾക്കാരുണ്ടാവും, ചെന്നൈയിലൊരു 10 ആൾക്കാരുണ്ടാവും. എങ്ങനെയാണൊരു സംഘടന ഉണ്ടാവുക? പിന്നെ നമ്മളുടെ രാജ്യം ഇത്ര ഒരു വിശാലമായിട്ടുള്ളൊരു രാജ്യമാണ്. അപ്പോൾ എവിടെയാണിത് കേന്ദ്രീകരിക്കുക? ആരാണിത് നടത്താൻ പോണത്? പിന്നെ ഇപ്പോൾ പുറമെ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ അവർക്കൊക്കെ സൊസൈറ്റി ഫോർ ഓത്തേഴ്സൊക്കെ ഉണ്ട്. അതിൽ വരുന്നത് ഏതെങ്കിലും വലിയ എഴുത്തുകാർ കുറേ എന്താ പറയുക ഡൊണേഷനൊക്കെ കൊടുത്ത് ഒരു ഓർഗനൈസേഷൻ ട്രസ്റ്റ് ഫണ്ട് തുടങ്ങുകയാണ്. പിന്നെ ഗവൺമെൻറ് സപ്പോർട്ടിങ് ഇറ്റ്. ഇവിടെ നമുക്ക് എന്താ പറയുക കുട്ടികളുടെ കാര്യം നോക്കാൻ തന്നെ സംഘടനകളില്ല, എന്നിട്ടാണോ പിന്നെ മുതിർന്ന എഴുത്തുകാരുടെ കാര്യം നോക്കാൻ? എഴുത്തുകാരി എന്നതിനപ്പുറം വ്യക്തി ജീവിതത്തിൽ അനിത നായർ എങ്ങനെയാണ്? നമ്മൾ ജീവിതത്തിൽ ഓരോ റോളുകളുണ്ട്. അപ്പോൾ ഈ റോളുകളൊക്കെ എനിക്ക് പ്ലേ ചെയ്യാനല്ല, എനിക്ക് ഐ നീഡ് ടു ബി ദം, ഐ നീഡ് ടു ലിവ് ദാറ്റ് റോൾ. എന്നാലാണ് ആസ് ഒരു മനുഷ്യൻ എന്നുള്ള ഒരു നിലയ്ക്ക് അതൊക്കെ ചെയ്താലാണ് എൻ്റെ ഒരു ജീവിതം മുഴുമിക്കാൻ എനിക്കുള്ളൊരു അവസരം കിട്ടുള്ളൂ. എഴുത്ത് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സ്വകാര്യ ഭാഗമാണ് എൻ്റെ ജീവിതത്തിൽ. അതിലേക്ക് ഞാൻ ഒരാളെയും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം, എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗം, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗം. ബാക്കി മകള്, അമ്മ, ഭാര്യ, അനുജത്തി, മേമ, അമ്മായി, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ജീവിതമാണ്. അപ്പോൾ ഏതായാലും വളരെയധികം നന്ദി. താങ്ക് യു.